എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 158 നാലാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ അഞ്ചാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. എന്താണ് ചോദ്യം? കാൽക്കുലേറ്റ് ദി റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 13, 14 ആൻഡ് 15 സെന്റിമീറ്റർ. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 13, 14, 15 അല്ലേ. അതായത് നോക്കിയ ഒരു ട്രയാങ്കിൾ, റഫായിട്ട് ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഓക്കെ, അതിൻ്റെ നീളങ്ങൾ 13, 14, 15 സെന്റിമീറ്റർ. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിന് ഇൻസർക്കിൾ അല്ലേ, അതിൻ്റെ ഇൻസർക്കിൾ, ഒരു ഇൻസർക്കിൾ, ഇതിൻ്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പല SLC ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണിത്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 വശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട്, ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ് ഇക്വേഷൻ? R ഈസ് ഈക്വൽ ടു ഏരിയ അല്ലേ, ത്രികോണത്തിൻ്റെ ഏരിയ ബൈ S അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ച മെയിൻ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ S എന്ന് പറഞ്ഞാൽ എന്താ? 3 വശങ്ങളും കൂടി കൂട്ടുക, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അതായത് പെരിമീറ്ററിൻ്റെ പകുതി, ഇതാണ് S. മറ്റേതോ A എന്ന് പറഞ്ഞാലോ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏരിയ ആദ്യം കണ്ടിട്ട്, അതായത് റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C അല്ലേ. ഇവിടെ വയ്ക്കാം ഏരിയ റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഇതാണ് ഏരിയ. ഏരിയ ആദ്യം കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എസിൻ്റെ ആവശ്യമില്ല അല്ലേ. എസ് എങ്ങനെ കിട്ടാം? എസ് ഈസ് ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C ബൈ 2 അല്ലേ. 3 വശങ്ങളും കൂടി കൂട്ടുക, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും അല്ലേ. അപ്പോൾ എസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്ന് A ബൈ എസ്, അപ്പോൾ ഏരിയ കിട്ടിയത് അത് കൊടുക്കുക, ബൈ എസിൻ്റെ വാല്യൂ കിട്ടിയത് അത് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷനിൽ എന്നത് കൊടുത്തിട്ട് നമ്മളൊന്ന് ചുരുക്കി എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? R ഈസ് ഈക്വൽ ടു റൂട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് റൂട്ട് ഇത്തിരി പൊക്കത്തിലിടുക, കാരണം എന്താ, അടിയിലും വരുന്നുണ്ട് റൂട്ട് അല്ലേ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ബൈ S അല്ലേ. ഇതാണ് നമുക്ക് ഒറ്റയടിക്ക് കാണാനുള്ള ഇക്വേഷൻ. ഇതാണ്. ഒന്നുകിൽ ഇതേ രൂപത്തിൽ ചെയ്യുക, അതല്ലെങ്കിൽ ഇതേ രൂപത്തിൽ ചെയ്യാം. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പല കുട്ടികളും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു, പല കുട്ടികളും ഇവിടെ എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും, പക്ഷേ ഇവിടെ റൂട്ട് ഓഫ് എന്ന് എഴുതിയിട്ട് ഈ എസും കൂടി ഇവിടെ ഇട്ടു പോകും. മനസ്സിലായില്ലേ? S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C എന്ന് ഇടും. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ S ഇല്ല. കാരണം എന്താ, S നമ്മൾ പറഞ്ഞല്ലേ, S നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ റൂട്ട്, ഈ എസിനും കൂടി റൂട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് S മൈനസ് A, ശ്രദ്ധിക്കുക, S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ബൈ S, അതിൻ്റെ റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇത് കണ്ടിട്ടിട്ട് അതിൻ്റെ റൂട്ട്, അല്ലാതെ ഇവിടെ ഈ എസും കൂടി ഇങ്ങോട്ട് വരാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, പല കുട്ടികളും വീണ്ടും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഈ റൂട്ട് ഇതിന് മാത്രം കൊടുക്കും, ഇവിടെ S ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്താലും തെറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്താലും തെറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, ഇക്വേഷനിൽ റൂട്ട് ഇങ്ങനെ ഇട്ടിട്ട് S ഇല്ല, S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ഇത്രയേ ഉള്ളൂ ബൈ S. ഇതിൻ്റെ റൂട്ട് കണ്ടില്ല, റൂട്ട് രണ്ടിനും ബാധകമാണ്. അപ്പോൾ അത് തെറ്റിക്കരുത്. അത് പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. കാരണം നമുക്ക് SLCക്കൊക്കെ അത് ഉറപ്പായിട്ട്, അത് മിക്കവാറും ചോദിക്കുന്നൊരു ചോദ്യമാണത്. ഓക്കെ, അപ്പം ഇനി തെറ്റിക്കില്ല. അതല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചെയ്തോ, ആദ്യം ഏരിയ ഇതുപോലെ കാണാം, അതിനുശേഷം എസ് കാണാം, എന്നിട്ട് ഇതിലേക്ക് വാല്യൂ കൊടുത്ത് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയാൽ, അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, സീക്വൽ ടു റൂട്ട് ഓഫ് S മൈനസ് A അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, എസ് കണ്ടുപിടിക്കണ്ടേ. എസ് ഈസ് ഈക്വൽ ടു A പ്ലസ് B പ്ലസ് C ബൈ 2 അല്ലേ. അപ്പോൾ 13 പ്ലസ് 14, 3 സൈഡും കൂടി കൂട്ടുക, ആഡ് ചെയ്യുക, 15 ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 പ്ലസ് 14 പ്ലസ് 15 എത്ര കിട്ടും? 10, 20, 30, 30, 40, 42 അല്ലേ. അപ്പോൾ 42 ബൈ 2 സീക്വൽ ടു 21. അപ്പോൾ ഇവിടെ നമുക്ക് S കിട്ടി 21 അല്ലേ. ഇനി എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് S മൈനസ് A 21 മൈനസ് A 13 ഇൻറ്റു 21 മൈനസ് 14 ഇൻറ്റു 21 മൈനസ് 15.
ബൈ ഇനി എന്താ ഉള്ളത് എസ് അല്ലേ. എസ് എത്രയാണ് 21. ഓക്കെ, ഇനി എന്ത് ചെയ്യാം നമുക്ക് സീക്വൽ ടു റൂട്ട് ഓഫ് 21 നിന്ന് 13 കുറച്ച് എത്രയാണ് 8. 8 ഇൻറ്റു 21 മൈനസ് 17 14 7 ഇൻറ്റു 21 നിന്ന് 15 കുറച്ച് കഴിഞ്ഞാൽ 6 അല്ലേ. അപ്പം 8 ഇൻറ്റു 7 ഇൻറ്റു 6 ബൈ 21. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് വെട്ടിക്കളയാം അല്ലേ. വെട്ടിപ്പോണ്ടൊക്കെ വെട്ടിപ്പോയിക്കോട്ടെ. ഇവിടെ നമുക്ക് നോക്കിയാൽ 6 21 ഉണ്ട് അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ 6 എത്ര 3 ഉണ്ട് 2 3 അല്ലേ. 2 3 21 എത്ര 3 ഉണ്ട് 7 3 21 7. ഓക്കെ, ഇനി ഇവിടെ 7 ഉണ്ട് ഇവിടെ 7 ഉണ്ട് അല്ലേ. ഈ 2 7 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു ഇവിടെ 8 ഇൻറ്റു 2 അല്ല, അടിയിലത്തൊക്കെ വെട്ടിപ്പോയി. ഇനി 8 ഇൻറ്റു 2 16 റൂട്ട് 16 എന്ന് കിട്ടി. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4. അപ്പം ഈ ഇൻസർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും 4 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. അപ്പം ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇത് ചെയ്യാൻ എളുപ്പം ഇത് തന്നെ ആയിരിക്കും. കാരണം ഇതല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, പിന്നെ അതിനെ നമ്മൾ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ല. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനേലും ഈസി മെത്തേഡ് ഇത് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ എന്തോ ഓർമ്മിക്കണം, ഇവിടെ എസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ രീതി ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഇക്വേഷൻ ആണ് അല്ലേ, മെയിൻ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇതേ രൂപത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ ഒഴിവാക്കിയിട്ട് ആർ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇതിൽ കണ്ട് വാല്യൂ കൊടുത്ത് ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. പ്രൂവ് ദാറ്റ് the radius of the incircle of any equilateral triangle is half the radius of its circumcircle. അതായത് ഒരു സമഭുജ ത്രികോണം അല്ലെ, ആ സമഭുജ ത്രികോണത്തിന്റെ ഇൻസർക്കിൾ അന്തർവൃത്തത്തിന്റെ ആരം റേഡിയസ് അതിന്റെ പരിവൃത്തം അല്ലെ, പരിവൃത്തം എന്ന് പറഞ്ഞാൽ സർക്കം സർക്കിൾ, ഈ സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യണം. ചോദ്യം മനസ്സിലായല്ലോ. ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം, അതിന്റെ ഇൻസർക്കിളാണ് ഉള്ളിലുള്ളത് അല്ലെ. ഇതിന്റെ റേഡിയസ് ഈ സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയായിരിക്കും. ഇതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ചോദ്യം മനസ്സിലായി അല്ലേ. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ഇൻസർക്കിളിന്റെ ആരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഇതിന്റെ സെന്റർ അല്ലെ, ഇൻസർക്കിളിന്റെ സെന്റർ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് അടിയിലത്തെ വശം എടുക്കുകയാണെങ്കിൽ ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻസർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, ഇനി നമ്മുടെ സർക്കം സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കം സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് അല്ലെ നമ്മുടെ സർക്കിളിലേക്കുള്ള ദൂരം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ഈ ദൂരം, അപ്പൊ ഇവിടെ നമുക്ക് ഇത് ഇങ്ങോട്ടും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതാണ് സർക്കം സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ ഇതാണ് സർക്കം സർക്കിളിന്റെ റേഡിയസ് അല്ലെ. അതിന് നമുക്ക് ക്യാപിറ്റൽ R കൊടുക്കാം. ഇതാണ് നമ്മുടെ സർക്കം സർക്കിൾ അല്ലെ, പരിവൃത്തത്തിന്റെ റേഡിയസ്. അപ്പൊ ഇത് നമ്മുടെ ഇൻസർക്കിൾ അന്തർവൃത്തത്തിന്റെ റേഡിയസ്. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ റേഡിയസിന്റെ പകുതിയായിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലെ. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ട് ഇതെന്താണ്, ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിളുകൾ എത്ര വെച്ചായിരിക്കും 60 ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ 60, ഇതൊക്കെ 60 ഡിഗ്രി, ഇതും 60 അല്ലെ, ഇതും മൊത്തം 60 ഡിഗ്രി. ഇനി ഇതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പോൾ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഈക്വലേറ്റർ ട്രയാങ്കിളിൽ സർക്കം സർക്കിളിന്റെ സെന്ററും അതുപോലെ തന്നെ ഇൻസർക്കിളിന്റെ സെന്ററും ഒരേ പോയിന്റ് ആയിരിക്കും, ഈ ഒരൊറ്റ പോയിന്റ് ആയിരിക്കും. എന്താണ് അതിന് കാരണം? വേറെ ഏത് സർക്കിൾ അങ്ങനെ വരില്ല. അപ്പൊ ഇവിടെ ഈ സർക്കം സർക്കിളിന്റെ സെന്ററും ഇൻസർക്കിളിന്റെ സെന്ററും ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്തായിരിക്കും, സെയിം പോയിന്റ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? ഇവിടെ 3 ആംഗിൾസിന്റെയും ബൈസെക്ടേഴ്സ് എവിടെയാണോ കൂട്ടുമുട്ടുന്നത് അതേ പോയിന്റിൽ തന്നെയായിരിക്കും വശങ്ങളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും കൂട്ടി മുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ പോയിന്റ് അല്ലെ, അപ്പൊ ഇതെന്താണ്, ഇത് ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണ് അല്ലെ. അപ്പൊ നാം പറഞ്ഞു ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളൊക്കെ എത്ര വെച്ച് വരും? ഈ ആംഗിള് ചെറിയ ആംഗിൾ അല്ലെ, തുല്യമായി ഭാഗിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. മനസ്സിലായില്ലേ? തുല്യമായിട്ടാണ് ഇതിനെ ഭാഗിക്കുക. അപ്പൊ ഇത് 30 ഡിഗ്രി കിട്ടി അല്ലെ. അപ്പൊ ഇത് നമുക്കറിയാം, ഈ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വശത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പൊ ഇത് 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് 90, ഇത് 30. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? ഇത് 90, ഇത് 30 ആണെങ്കിൽ ഇത് 60 ഉണ്ടായിരിക്കും അല്ലെ. 60, അപ്പോൾ 60 30 90 ആവുള്ളൂ. അപ്പൊ 60 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്കൊരു മട്ട ത്രികോണം കിട്ടി അല്ലെ, റൈറ്റ് ട്രയാങ്കിൾ കിട്ടി.
അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിളുകൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ഓർമ്മ വരുന്നുണ്ട്? ട്രിഗ്നോമെട്രി ഓർമ്മ വരുന്നുണ്ട് അല്ലേ? ത്രികോണമിതി എന്ന ചാപ്റ്റർ ഓർമ്മ വരുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ പഠിച്ച ആംഗിളുകൾ പഠിച്ച ഓർമ്മയില്ലേ? അതായത് 90, 30, 60, 90 അല്ലേ? 30, 60, 90. ഇവിടെ നോക്കിയാൽ 30 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 അല്ലെ 1 സെന്റിമീറ്റർ ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഈ 1നെ √3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ആ ചാപ്റ്ററിൽ. √3 കിട്ടും. ഇനി 90 ഡിഗ്രിക്ക് എന്തായിരിക്കും? ഇതിന്റെ ഇരട്ടിയായിരിക്കും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ലൈൻ അല്ലെ, സൈഡ് അല്ലെ. അപ്പൊ ഇവിടെ 1 ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മളെ ട്രിഗ്നോമെട്രി അതായത് ത്രികോണമിതി പഠിച്ച കാര്യങ്ങൾക്കൊന്ന് ഓർമ്മയിൽ വെക്കാം, ഓർമ്മയിൽ വരണം. അപ്പൊ 1 √3 2 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ ഏതാണുള്ളത്? 6 അല്ലെ. ഈ ഇൻസർക്കിളിന്റെ അന്തർവൃത്തത്തിന്റെ ആരമാണ് ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 6 വന്നു കഴിഞ്ഞാൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 6നെ √3 കൊണ്ട് ഗുണിക്കണം അല്ലെ. ഇവിടെ √3 കൊണ്ട് ഗുണിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഏതാണോ അളവ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഏതാണോ അളവ് ആ അളവിനെ √3 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? √3 × 6 കിട്ടും. √3 6 കിട്ടും. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 6 എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ. അപ്പൊ 6ന്റെ ഇരട്ടി എത്രയാണ്? 2r. അതായത് 2 കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പൊ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 2r ആയിരിക്കും. അപ്പൊ ഇനി ഈ ത്രികോണത്തിലേക്ക് നോക്കിയാൽ ഇവിടെ 6 ആണെങ്കിൽ ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2r ആയിരിക്കും അല്ലെ. 6ന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ഇവിടെ 6 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 6ന്റെ ഇരട്ടിയായിരിക്കും അല്ലെ. അതല്ലേ ഇവിടുത്തെ റേഡിയസ് ആയി വരുന്നത് അല്ലെ. നമ്മുടെ പരിവൃത്തത്തിന്റെ സർക്കം സർക്കിളിന്റെ റേഡിയസ് ഈ ക്യാപിറ്റൽ R അല്ലേ. അപ്പൊ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 6 എത്രയാണോ ഈ 6ന്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇൻ സർക്കിളിന്റെ റേഡിയസ് സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയാണ് അല്ലെ. അതല്ലെങ്കിൽ ഈ റേഡിയസിന്റെ ഇരട്ടിയാണ് ഈ സർക്കം സർക്കിളിന്റെ റേഡിയസ്. മനസ്സിലായോ? 2r. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കിവിടെ 6 കിട്ടി അല്ലെ. r = ആറിന്റെ നീളം നമുക്ക് കിട്ടി എത്രയാണ്? 2r. അപ്പൊ ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ള പോലെ എഴുതാം അല്ലെ. സോ ദി റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എനി ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദി റേഡിയസ് ഓഫ് ഇറ്റ്സ് സർക്കം സർക്കിൾ അല്ലെ. അതായത് സമഭുജ ത്രികോണത്തിന്റെയും അന്തർവൃത്തത്തിന്റെ ആരം അതിന്റെ പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയായിരിക്കും. അതായത് സ്മോൾ r അല്ലെ. ഈ റേഡിയസ് എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ചെറിയ r കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വലിയ r-ന്റെ പകുതി r/2 അല്ലെ. സ്മോൾ r കിട്ടണമെങ്കിൽ ഈ r-നെ അതായത് പരിവൃത്തത്തിന്റെ ആരത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇൻ സർക്കിളിന്റെ ആരം കിട്ടും. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. പ്രൂവ് ദാറ്റ് ഇഫ് ദി ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് h. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെ, മട്ടത്രികോണം, അതിന്റെ ഹൈപ്പോട്ടനസ് കർണം, അതിന്റെ നീളം h ആൻഡ് ദി റേഡിയസ് ഓഫ് ഇറ്റ്സ് ഇൻസർക്കിൾ ഈസ് r. ഇതിന്റെ റേഡിയസ് അല്ലെ, ഇൻസർക്കിളിന്റെ ഇവിടെ അതിന്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഏരിയ ഈസ് r × h + r അല്ലെ. ഏരിയ r × h + r ആണെന്ന് പ്രൂവ് ചെയ്യാം. ഏരിയ അല്ലെ, ഏരിയ = r × h + r. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഈ ഹൈപ്പോട്ടീനസ് കർണം h ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ് r ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ വശത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് നോക്കാം. ഇതാണ് r അല്ലെ, റേഡിയസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ വശത്തേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? അതും r തന്നെയാണ് അല്ലെ. അപ്പൊ ഇതും r തന്നെ, റേഡിയസ് തന്നെ. ഇനി നമുക്കറിയാം ഇത് രണ്ടും എന്താണ്? 90 ഡിഗ്രി വെച്ചാണല്ലോ, ആണ് അല്ലെ. ഇത് മട്ടത്രികോണാണല്ലോ, ഇതും 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതും 90 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്? ഒരു സ്ക്വയർ ആണ് അല്ലെ, ഒരു സ്ക്വയർ ആണ്. കാരണം ഈ വശവും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 4 വശങ്ങൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതൊരു സ്ക്വയർ ആണെന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇത് സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം ഇത് 6 ആണെങ്കിൽ ഇതും 6 തന്നെ, ഇതും 6 തന്നെ. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. എന്താണ് ഏരിയ? ഏരിയ A = S × r അല്ലെ, S × r. ഇതാണ് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിൽ S എന്ന് പറഞ്ഞാൽ എന്താണ്?
എസ് എന്ന് പറയാൻ നമുക്കറിയാം ഈ വശങ്ങളുടെ 3 വശങ്ങളുടെ നീളങ്ങൾ അതുകൂടി കൂട്ടിയിട്ട് അതിനെ ബൈ 2 അല്ലേ, അതായത് പെരിമീറ്ററിന്റെ പകുതിയാണ് എസ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അതിന് എസ് കണ്ടുപിടിക്കാം. എസ് ഈസിക്കൽ എന്ത് വരും? എസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, ഇതാണ് എസ്. ഇനി നമുക്ക് ഇവിടുത്തെ വശങ്ങളുടെ നീളമൊന്നും അറിയില്ല അല്ലേ. അപ്പം നമുക്ക് ഒരു പണി ചെയ്യാം. ഈ വശം നമ്മൾ കഴിഞ്ഞ മുമ്പ് ഒരു ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്കറിയാത്ത ഒരു വശം അല്ലെ, ഇതൊന്നും അറിയില്ലല്ലോ, ഇത് എച്ചാണെന്ന് മാത്രം അറിയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേര് കൊടുക്കാം. എ ബി സി എന്ന് പേര് കൊടുത്തു. ഇനി ഈ വശത്തിന്റെ നീളം, ഇത്രയും നീളം എക്സ് ആണെന്ന് വിചാരിക്കാം. ഇത് എക്സ്, ഇവിടെ മുതൽ ഇവിടം വരെ എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ മുതൽ ഇതും വരെ എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും അല്ലേ. ഒരേ ടാൻജന്റുകളുണ്ട്, ഒരു പോയിന്റിൽ നിന്നുള്ള 2 ടാൻജന്റുകൾ. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ്. ഇവിടെ നമുക്ക് പി എന്ന് കൊടുത്തു, ഈ ടച്ച് ചെയ്യുന്ന പോയിന്റ് പി എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ക്യൂ എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ഈ പോയിന്റ് അല്ലേ, ഇത് എച്ച്, ഇതിൻ്റെ നീളാണ് എച്ച്. ഈ പോയിന്റിന് നമുക്ക് പി ക്യൂ ആർ എന്ന് കൊടുത്തു. ഓക്കെ, പി ക്യൂ ആർ, ഈ 3 പോയിന്റുകൾ കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ആർ സി അല്ലെ, ആർ സിയുടെ നീളം എക്സ് ആണെങ്കിൽ എ ആറിന്റെ നീളം എന്തായിരിക്കും? മൊത്തം നീളം എച്ച്. ശ്രദ്ധിക്കുക, മൊത്തം നീളം എച്ച്. ഇത്രയും ഭാഗം അതിൽ എക്സ് ആണെങ്കിൽ ഈ ബാക്കി ഭാഗം എന്തായിരിക്കും? മൊത്തം നീളത്തിൽ നിന്ന് എക്സ് കുറച്ചാൽ മതി അല്ലേ, അതായത് എച്ച് മൈനസ് എക്സ്. ക്ലിയർ ആയില്ലേ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളാണ് എക്സ്, ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം എച്ച് മൈനസ് എക്സ്. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ എച്ച് മൈനസ് എക്സ് ആണെങ്കിൽ ഈ നീളം എന്തായിരിക്കും? ഇവിടെ നിന്നുള്ള ടാൻജന്റ് ആണ് അല്ലേ, ഒരേ ടാൻജന്റ്. അപ്പൊ നമുക്ക് ഇവിടെയും എന്ത് കിട്ടും? നമുക്ക് എച്ച് മൈനസ് എക്സ് കിട്ടി. എച്ച് മൈനസ് എക്സ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം അല്ലേ. ഈ നീളം നമുക്ക് 6 എന്നറിയാം, ഇതും 6. അപ്പൊ നമുക്ക് എല്ലാ വശങ്ങളും കിട്ടിയല്ലോ, അളവുകൾ കിട്ടി അല്ലേ. ഇനി നമുക്ക് എസ് കണ്ടുപിടിക്കാം. എസ് ഈസ് ഈക്വൽ ടു നാം എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കിയാൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വശം അല്ലേ, ആദ്യത്തെ ഈ അടിയിലത്തെ വശം എടുക്കാം നമുക്ക്. അപ്പൊ 6 പ്ലസ് എക്സ്, അപ്പൊ 6 പ്ലസ് എക്സ് പ്ലസ്, ഇനി ഈ വശം എടുക്കാം അല്ലേ, ഇവിടെ ഏതാണ്? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് അല്ലേ, എച്ച് മൈനസ് എക്സ് ഇവിടത്തെ നീളം. ഇനിയോ ഈ 2 നീളമുണ്ട് അല്ലേ, ഈ നീളമുണ്ട് പ്ലസ് ആർ പ്ലസ് വീണ്ടും എച്ച് മൈനസ് എക്സ് ബൈ ഈ 2 ഉണ്ട് അല്ലേ, 2. ഇനി നോക്കിയേ, ഇവിടെ 6 വീണ്ടും ഒരു 6 അല്ലേ, അതായത് 2r 2r. ഇനി നോക്കിയേ, ഇവിടെ എക്സ് അല്ലേ, ഇവിടെ പ്ലസ് എക്സ്. അപ്പം എത്രയായി? പ്ലസ് എക്സും ഈ 2x ഇവിടെ 2x അല്ലേ. ഇവിടെ നോക്കിയാൽ 1x കുറച്ചു, വീണ്ടും 1x കുറച്ചു. നമുക്ക് വേറെ പണിയാം. ഇവിടെ ഒരു പ്ലസ് എക്സ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു പ്ലസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്തു. അതായത് 2x ഉണ്ട്, ഇവിടെ മൈനസ് 2x ഉണ്ട് അല്ലേ. അപ്പോൾ 2 ക്യാൻസൽ ആയി പോയി. ഇനി ബാക്കി എന്തൊന്നു? നമ്മൾ 6 ഇവിടെ എഴുതി, 2r എന്ന് എഴുതി. ഇനി നമുക്ക് ഇവിടെ ഒരു h ഉണ്ട്, ഇവിടെ ഒരു h ഉണ്ട് അല്ലേ, പ്ലസ് 2h ബൈ 2 സീക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2 2ലും ഉണ്ട് അല്ലേ, അപ്പോൾ 2 കോമൺ നമ്മൾ 2നെ പുറത്ത് കൊടുത്തു, ഇൻറ്റു 6 ഉണ്ട്, 6 പ്ലസ് എച്ച് അല്ലേ, 6 പ്ലസ് എച്ച്. അപ്പോൾ ഞാനൊന്ന് ഓർഡർ മാറ്റി എഴുതുന്നു, എച്ച് പ്ലസ് 6 എന്ന് എഴുതി. രണ്ടൊന്നല്ല അല്ലേ, എച്ച് പ്ലസ് 6, 6 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാലും എച്ച് പ്ലസ് 6 എന്ന് പറഞ്ഞാലും ഒന്നല്ല അല്ലേ. ഓക്കെ, ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാലോ. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അല്ലേ. ഇപ്പം എന്ത് കിട്ടി നമുക്ക്? എച്ച് പ്ലസ് 6 എന്ന് കിട്ടി. ഇതെന്താണ് നമുക്ക് കിട്ടിയത്? എസ് അല്ലെ, എസിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്, എച്ച് പ്ലസ് 6. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ത് വരും? ഏരിയ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ആർ അല്ലേ, എസ് ഇൻറ്റു ആർ. ഇതാണ് ഏരിയ. ഇനി സീക്വൽ ടു എസിന്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ, എസ് നമുക്ക് കണ്ടുപിടിച്ച് എത്ര കിട്ടി? നമുക്ക് എച്ച് പ്ലസ് 6 എന്ന് കിട്ടി അല്ലേ. അപ്പൊ എച്ച് പ്ലസ് 6, അപ്പൊ എച്ച് പ്ലസ് 6, ഇതാണ് എസ് ഇൻറ്റു ആർ ഉണ്ട് അല്ലേ, അപ്പൊ ഇൻറ്റു ആർ. ഇതാണ് ഏരിയ അല്ലേ. അതായത് ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എച്ച് പ്ലസ് 6 ഇൻറ്റു ആർ അല്ലേ. അപ്പൊ ഈ ആറ് നമ്മൾ ആദ്യം എഴുതാണെങ്കിൽ 6 ഇൻറ്റു എച്ച് പ്ലസ് 6. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കിടന്നു. ഇനി നമുക്കതിൽ 2 ചോദ്യങ്ങൾ കൂടി ഉണ്ട് അല്ലേ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.